അകാലനരയും മുടികൊഴിച്ചിലും താരനുമെല്ലാം ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രതിവിധിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള 5 കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. ഇനി അകാലനരയെല്ലാം പോയി മുടി നന്നായി കറുത്ത് വരികയും മുടി നന്നായി തഴച്ച് വളരുകയും താരനും മുടികൊഴിച്ചിലും ഒക്കെ മാറുകയും ചെയ്യും. ഇനി നമുക്ക് ഡൈ അടിക്കേണ്ട ആവശ്യമേ വരികയില്ല. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഒരു എണ്ണയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ എണ്ണ മാത്രം മതി നമ്മളുടെ ഏത് തരത്തിലുള്ള മുടിയുടെ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായി വളരാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഈ എണ്ണ തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഒരു തുണിയിൽ വെച്ച് നന്നായിട്ട് ഉണങ്ങിയെടുത്തതാണ് കേട്ടോ. കറിവേപ്പിലയിൽ ധാരാളം അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളഞ്ഞു വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. എല്ലാവർക്കും തന്നെ അറിയാം ഉലുവയുടെ ഗുണങ്ങൾ എത്രയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമുക്ക് അങ്ങാടിക്കടകളിലൊക്കെ ലഭ്യമാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഈ ജാറിലുണ്ടായിരിക്കാൻ പാടില്ല കേട്ടോ. കറിവേപ്പിലയുടെ കൂടെ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ ഉണങ്ങിയത് കൂടി കിട്ടുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പു, ഒരു 10 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു നമ്മുടെ തലയോട്ടിയുടെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് നൈസാകരുത്, ഈ ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തീ കത്തിക്കരുതേ. ആദ്യം നമുക്ക് ഈ അരച്ചെടുത്ത പൗഡർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ നമുക്ക് ഇതിലേക്ക് നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ ആയിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഏകദേശം 100 ml വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ എണ്ണയുടെ കളർ കണ്ടോ. ഇനി വേണം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാനായിട്ട്. ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം തീ കത്തിക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മുടെ ഈ ഇലയും ഇതെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോയാൽ മുടിക്ക് ഇതിൻ്റെ ഒരു ഗുണവും കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പതഞ്ഞ് വരുന്നതൊക്കെ ഇല്ലാതെ ആകുമ്പോഴാണ് എണ്ണ വാങ്ങേണ്ടത്. ഇനി എണ്ണ ആയോ എന്ന്, അല്ലെങ്കിൽ എണ്ണ മൂത്ത് പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് പറയുന്നത്. നമ്മളിതുപോലെ കുറച്ച് കറിവേപ്പില എടുത്ത് എണ്ണയിലേക്ക് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. എണ്ണ കറക്റ്റ് പാകമായി വരുന്ന സമയത്ത് ഈ കറിവേപ്പില നന്നായി തന്നെ ക്രിസ്പി ആവും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഒരുപാട് മൂത്ത് പോകും. പിന്നെ നമുക്ക് ഇത് മുടിയിൽ തേച്ചുകൊണ്ട് യാതൊരു ഗുണവും ലഭിക്കുകയുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണയുടെ പാകം അറിഞ്ഞ് വേണം നമ്മൾ എണ്ണ ഇതുപോലെ കാച്ചിയെടുക്കാനായിട്ട്. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. എണ്ണ കാച്ചുന്ന സമയത്ത് എല്ലാവരും കറക്റ്റ് ഇൻഗ്രീഡിയൻസും അതിൻ്റെ കറക്റ്റായ അളവുകളും ഒക്കെ ചേർത്ത് എണ്ണ കാച്ചും. പക്ഷെ മുടിയിൽ തേക്കുമ്പോൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് അനുഭവപ്പെടും. അത് ഇതുപോലെ മൂത്ത് പോയ എണ്ണ അല്ലെങ്കിൽ ഒരുപാട്
ഓവർ കുക്ക്ഡ് ആയ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എണ്ണ ആയതിനു ശേഷം നമ്മൾ മുടിയിൽ തേക്കുകയാണെങ്കിൽ മുടി കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ പാത്രം, എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന പാത്രം ഇരുമ്പിൻ്റെയോ സ്റ്റീലിൻ്റെയോ എടുക്കാം, അലുമിനിയം അതുപോലെയുള്ള പാത്രങ്ങളൊന്നും എടുക്കരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇതുപോലെ നമ്മൾ എണ്ണ കാച്ചുന്ന പാത്രം ഇരുമ്പിൻ്റെയോ സ്റ്റീലിൻ്റെയോ എടുക്കണം. പിന്നെ എണ്ണ കാച്ചാൻ എടുക്കുന്ന പാത്രത്തിന് നല്ല കട്ടിയും ഉണ്ടാവണം. അടി കട്ടിയുള്ള പാത്രത്തിൽ മാത്രമേ എണ്ണ കാച്ചാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കരിഞ്ഞു പോകും. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന കറിവേപ്പിലയിൽ ചെറിയൊരു ജലത്തിൻ്റെ അംശം ഉണ്ടാവും, ഇലയല്ലേ, അപ്പം ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അതാണ് ഇത്രയും നേരം പൊട്ടി ഇങ്ങനെ പതഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ആ പൊട്ടലൊക്കെ ഇതായിപ്പോൾ നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിവേപ്പില, നമ്മൾ ഇതിലിട്ടിരുന്ന കറിവേപ്പില നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്യുകയും ചെയ്യാം. കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെ എണ്ണ വയ്ക്കാതെ മറ്റൊരു പാത്രത്തിലേക്ക് വേഗം തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂടിൽ ഈ എണ്ണ വീണ്ടും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എണ്ണ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ആറിയതിന് ശേഷം മാത്രം നമുക്ക് വേറെ കുപ്പിയിലേക്കോ അരിച്ച് സൂക്ഷിക്കാവുന്നതാണ്. എണ്ണയുടെ കളർ കണ്ടോ? ഇപ്പം എണ്ണ നല്ലപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു തുണിയിൽ വെച്ച് ഈ എണ്ണയൊന്ന് അരിച്ചെടുക്കാം. എണ്ണയുടെ കളർ കണ്ടോ? അരിപ്പയിൽ വെച്ച് വേണമെങ്കിൽ അരിക്കാം, പക്ഷേ അരിപ്പയിൽ വെച്ച് അരിക്കുമ്പോൾ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എണ്ണ കിട്ടില്ല. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ തുണിയിൽ വെച്ച് അരിക്കണം എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ മുടിയിലേക്ക് നല്ലപോലെ തേക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു എണ്ണയാണിത്. നന്നായിട്ട് തന്നെ മുടി വളർത്താനും അതുപോലെ ആ കാല് നര തടയാനും നരയുള്ളവർക്കും ഒക്കെ തേക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഹെയർ ഓയിലാണിത്. ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും നര കണ്ടുവരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങിയാൽ നമുക്കൊരു പ്രായം വരെ മുടിയൊക്കെ നരയ്ക്കാതിരിക്കാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും വളരെയധികം ഗുണമുള്ളതാണ്. കറിവേപ്പിലയുടെയും കരിഞ്ജീരകത്തിൻ്റെയും ഉലുവയുടെയും കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും തന്നെ അറിയാം. ഗ്രാമ്പൂവും അതുപോലെ തന്നെയാണ് മുടി നന്നായി വളരാനും നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാനും മുടി നന്നായി കറുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഗ്രാമ്പൂ. അതുപോലെ എല്ലാ തരത്തിലുള്ള ഹെയർ ഓയിലുകളിലും യൂസ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില. കറിവേപ്പിലയിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് മുടിയുടെ നര തടയാനും മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ എണ്ണയൊന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. സ്ഥിരമായി ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണിത്. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.